ഒരുപാട് പ്രമുഖർ മന്ത്രി ഇ പി ജയരാജൻ ഇവിടെ വോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രമുഖർ ഉള്ള ജില്ല കൂടിയാണ് കണ്ണൂർ. കണ്ണൂർ സജ്ജമായി കഴിഞ്ഞു പൂർണ്ണമായും തെരഞ്ഞെടുപ്പിന്. ഇനി മിനിറ്റുകൾ മാത്രം ശേഷിക്കുന്നു. 7:30 തന്നെ മുഖ്യമന്ത്രി ഇങ്ങോട്ടേക്ക് വോട്ട് ചെയ്യാൻ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. രേണുക, അശ്വിൻ വല്ലത്ത് കണ്ണൂരിൽ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. അശ്വിന്റെ പിറകിൽ കാണാം വലിയ ക്യൂ ആണ്. ആദ്യ മണിക്കൂറിൽ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വടക്കൻ ജില്ലകളിലാണ് ഈ തിരക്ക്, പോളിംഗ് ബൂത്തുകളിൽ ഇതിനോടകം തന്നെ തിരക്ക് അനുഭവപ്പെടുന്നത് വടക്കൻ ജില്ലകളിലാണ്. പലയിടങ്ങളിലും ആളുകളുടെ നീണ്ട ക്യൂ ഇതിനോടകം തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കണ്ണൂർ ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകൾ ഉള്ള ഇടമാണ്. അവിടെ വലിയ സുരക്ഷയിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. എല്ലായിടത്തും എല്ലാ ബൂത്തുകളുടെ പരിസരങ്ങളിലും സുരക്ഷ ശക്തിപ്പെടുത്തിയതായി സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചു. തെരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇപ്പോൾ നമ്മൾ കാണുന്നത് വട്ടിയൂർക്കാവിൽ നിന്നുമുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വോട്ട് ചെയ്യാനായി എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ ആ ബൂത്തിൽ മന്ത്രി വോട്ട് ചെയ്യാനെത്തുന്ന ബൂത്തിൽ നേരത്തെ പോളിംഗ് യന്ത്രത്തിന് ക്രമക്കേടുണ്ടായിരുന്നു, ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് പക്ഷേ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. മന്ത്രി വോട്ട് ചെയ്യാനായി എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെ മറ്റ് പലരും ഉണ്ട് വോട്ട് ചെയ്യാൻ ഇതിനോടകം തന്നെ എത്തിച്ചേർന്നവർ. ആദ്യ മണിക്കൂറുകളിൽ തന്നെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ വോട്ട് ചെയ്യുന്നു. മുഖ്യമന്ത്രി 7:30 പിണറായി വോട്ട് ചെയ്യും എന്നതാണ് നേരത്തെ അശ്വിൻ വല്ലത്ത് അവിടെ നിന്നും ചൂണ്ടിക്കാട്ടിയത്. അതൊരു സന്ദേശം കൂടിയാണ്. കൂടുതൽ പേരെ വോട്ടിംഗ് ചെയ്യുന്നതിന് പ്രേരിപ്പിക്കാനും പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുന്നതിനുമുള്ള സന്ദേശം കൂടിയായി തന്നെ കാണണം. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ആദ്യ മണിക്കൂറുകളിൽ തന്നെ വോട്ട് രേഖപ്പെടുത്താനെത്തുന്നു. പാലക്കാട് നമ്മൾ കണ്ടതാണ്. കെ കൃഷ്ണൻകുട്ടി വളരെ നേരത്തെ തന്നെ പോളിംഗ് ബൂത്തിലെത്തി ക്യൂ നിൽക്കുന്ന കാഴ്ച. ഇപ്പോൾ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്നു. ഹൈബി ഈഡൻ ഇപ്പോൾ എറണാകുളം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി വോട്ട് ചെയ്യാനായി എത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയും ഒപ്പമുണ്ട്. കുടുംബസമേതം എത്തി വോട്ട് ചെയ്യാനായി എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ. പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ, സ്ഥാനാർത്ഥികൾ, ഒപ്പം മന്ത്രിമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ ആദ്യ മണിക്കൂറുകളിൽ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏതാണ്ട് 10 മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത്. 17ാം ലോക്സഭയിലേക്കുള്ള വോട്ടെടുപ്പ് ആരംഭിക്കാൻ 10 മിനിറ്റ് മാത്രം അവശേഷിക്കുന്നു. പലയിടങ്ങളിലും ആളുകൾ ഇതിനോടകം തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നു. മന്ത്രിമാർ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ എത്തി ആദ്യ മണിക്കൂറിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നു എന്നതാണ് പ്രത്യേകത. പലയിടങ്ങളിലും മോക്ക് പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഗമമായി നടപടിക്രമങ്ങൾ നടക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ ചില ഇടങ്ങളിൽ മാത്രം ആണ് മോക്ക് പോളിംഗ് തുടങ്ങാനാകാത്ത സാഹചര്യവും വോട്ടിംഗ് യന്ത്രത്തിലെ ചില പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മറ്റെല്ലായിടത്തും അതിന്റെ ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കനത്ത സുരക്ഷയിലാണ് ഇത്തവണ വോട്ടെടുപ്പ് നടക്കുന്നത്. എല്ലായിടങ്ങളിലും കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയതായി പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ തന്നെ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കൂട്ടം കൂടി നിൽക്കുകയും സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നതാണ് അദ്ദേഹം പറയുന്നത്. അത്തരം നിർദ്ദേശം തന്നെ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം മുൻപെങ്കും കണ്ടിട്ടില്ലാത്ത വിധം കൊട്ടിക്കലാശത്തിന്റെ പരസ്യപ്രചാരണം അവസാനിക്കുന്ന നിമിഷങ്ങളിൽ ഉൾപ്പെടെ ചിലയിടങ്ങളിൽ സംഘർഷങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിരീക്ഷണത്തിന് ക്യാമറ സംഘങ്ങൾ ഉണ്ടാകും. പ്രശ്നബാധിത സ്ഥലങ്ങളിൽ നിന്ന് വീഡിയോ ദൃശ്യങ്ങൾ പകർത്താൻ പ്രത്യേക സംഘങ്ങളെയും നിയോഗിച്ചിട്ടുണ്ട്. ഇടുങ്ങിയതും എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളതുമായ സ്ഥലങ്ങളിൽ ഇരുചക്ര വാഹനങ്ങളിൽ പോലീസ് സംഘം പട്രോളിംഗ് നടത്തും. അങ്ങനെ കനത്ത സുരക്ഷയിൽ കേരളം വിധി എഴുതാൻ പോവുകയാണ്. 7 ഘട്ടങ്ങളായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വോട്ടെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. ഏറ്റവും കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്തുന്ന ദിനം കൂടിയാണ് ഇന്ന്. 3ാം ഘട്ടത്തിൽ അതിനോടൊപ്പമാണ് കേരളവും വോട്ട് ചെയ്യുന്നത്. 13 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ഏതാണ്ട് 18.85 കോടിയിലേറെ വോട്ടർമാർ ഇന്ന് വോട്ട് രേഖപ്പെടുത്തും. തൃശൂരിൽ നിന്ന് സുവി വിശ്വനാഥനാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. സുവി, പോളിംഗ് ബൂത്തുകളിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ എല്ലായിടത്തു നിന്നും കാണുന്നത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ, സ്ഥാനാർത്ഥികൾ ഒക്കെയും വോട്ട് ചെയ്യാനായി എത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നു. തൃശ്ശൂരിലെ എന്താണ് സാഹചര്യം? അവിടെ നിന്നുമുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്?
വാശിയേറിയ മത്സരം നടക്കുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. കൃത്യം 7 മണിയോടുകൂടി തന്നെ പോളിംഗ് ആരംഭിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ 36-ാം നമ്പർ പോളിംഗ് ബൂത്തിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. സർവേ സ്കൂളിലാണ് ഈ പോളിംഗ് ബൂത്ത് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ എല്ലാവിധ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും പൂർത്തിയായതായാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ മോക്ക് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യം 7 മണിയോടുകൂടി തന്നെ വോട്ടർമാർക്ക് ഈ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ എല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമായി 1258 പോളിംഗ് ബൂത്തുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ 14ഓളം ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളാണ്. ഇതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 2500ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയും ഏതാണ്ട് 250-ലേറെ സൈനിക വിഭാഗത്തിൽപ്പെട്ടവരെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് 7 മണിയോടുകൂടി തന്നെ പൂർത്തിയാകും. നമുക്കറിയാം വലിയ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ 3 നിയമസഭാ മണ്ഡലങ്ങളും ഒപ്പം തന്നെ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ 3 നിയമസഭാ മണ്ഡലങ്ങളും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളും കൂടി ചേർന്നതാണ് തൃശൂർ ജില്ലയിലുള്ളത്. അങ്ങനെ ആകെ 24 ലക്ഷത്തിലധികം പേരാണ് ഇത്തവണ തൃശൂർ ജില്ലയിൽ മാത്രം ഇന്ന് പോളിംഗ് ബൂത്തിൽ എത്തുക. ഇതിൽ 11 ലക്ഷത്തോളം പുരുഷന്മാരും ഒപ്പം തന്നെ 12 ലക്ഷത്തോളം സ്ത്രീകളും ഉൾപ്പെടുന്നതായാണ് കണക്ക്. എന്തായാലും 7 മണിയോടുകൂടി തന്നെ പോളിംഗ് ആരംഭിക്കും. വാശിയേറിയ മത്സരമാണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാശിയേറിയ മത്സരമാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ നടക്കുക. അതിന് പ്രധാന കാരണം ആയി പറയുന്നത് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായി വന്നത് UDF-ന്റെയോ അല്ലെങ്കിൽ LDF-ന്റെയോ വോട്ട് ബാങ്കിൽ വലിയ ചോർച്ചയുണ്ടാക്കുമോ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. എന്തായാലും തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇനി ഏതാണ്ട് 5 മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത്. നിർണായക തെരഞ്ഞെടുപ്പിൽ കേരളം വിധി എഴുതി തുടങ്ങാൻ ഏതാണ്ട് 5 മിനിറ്റ് മാത്രം അവശേഷിക്കുന്നു. പലയിടങ്ങളിലും ഇതിനോടകം തന്നെ നീണ്ട ക്യൂ കാണാം. മന്ത്രിമാർ, സ്ഥാനാർത്ഥികൾ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ വോട്ട് രേഖപ്പെടുത്താൻ ഇതിനോടകം തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വടക്കൻ ജില്ലകളിൽ ജനങ്ങളുടെ വലിയ ക്യൂ തന്നെ പോളിംഗ് ബൂത്തിന് മുന്നിൽ കാണാം. ഇനി 5 മിനിറ്റിന്റെ കാത്തിരിപ്പ് കൂടി കേരളം വിധി എഴുതി തുടങ്ങാൻ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. പ്രധാന വാർത്തകൾ. കേരളം പോളിംഗ് ബൂത്തിൽ രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ കടകംപള്ളിയും ഹൈബിയും. കണ്ണൂരിൽ വോട്ടർമാരുടെ നീണ്ട നിര. തിരുവനന്തപുരത്തും കൊല്ലത്തും ഇടുക്കിയിലും വോട്ടിംഗ് യന്ത്രത്തിൽ തകരാർ. മൂന്നാം ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തുക 117 മണ്ഡലങ്ങളിലെ 18 കോടി വോട്ടർമാർ. 13 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വോട്ടെടുപ്പ് തുടങ്ങി. ജനവിധി തേടുന്നവരിൽ രാഹുൽ ഗാന്ധിയും അമിത്ഷായും. വിവിപാറ്റ് യന്ത്രങ്ങൾ മുഴുവൻ മണ്ഡലങ്ങളിലും ഉപയോഗിക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ്. തിരിച്ചറിയൽ കാർഡില്ലാത്തവർക്ക് മറ്റ് 11 തിരിച്ചറിയൽ രേഖകളിലൊന്ന് ഹാജരാക്കാം. 5 ലക്ഷം കന്നി വോട്ടർമാർ. യാത്രക്കാരെ മർദ്ദിച്ച കേസിൽ കല്ലട ബസ് ഉടമ സുരേഷിനെ പോലീസ് വിളിച്ചു വരുത്തും. 2 പേർ കൂടി കസ്റ്റഡിയിൽ. അറസ്റ്റിലായവർക്കെതിരെ വധശ്രമത്തിന് കേസ്. ഖേദം പ്രകടിപ്പിച്ച് കല്ലട. He's gone for it, and whatever he hits in the air goes all the way. IPL-ൽ ഡൽഹിക്ക് മിന്നും ജയം. രാജസ്ഥാനെ പരാജയപ്പെടുത്തിയത് 6 വിക്കറ്റിന്. ഋഷഭ് പന്ത് ഡൽഹിയുടെ വിജയശീൽ. പതിനേഴാം ലോക്സഭയിലേക്ക് കേരളം വിധി എഴുതി തുടങ്ങി. 2,61,00,000 വോട്ടർമാർ ഇന്ന് സമ്മതിദാനാവകാശം വിനിയോഗിക്കും. 20 മണ്ഡലങ്ങളിലുമായി 227 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. കണ്ണൂരിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് പോളിംഗ് ബൂത്തുകളിൽ കാണുന്നത്. എറണാകുളത്തെ UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ വോട്ട് രേഖപ്പെടുത്തി. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, കെ കൃഷ്ണൻകുട്ടി എന്നിവർ വോട്ട് ചെയ്യാനായി എത്തിയിട്ടുണ്ട്.
സ്ഥാനാർത്ഥികളും ആദ്യ മണിക്കൂറിൽ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നു. ഹൈബി ഈഡൻ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചു. നേരത്തെ തന്നെ അദ്ദേഹം പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. ഹൈബി ഈഡന്റെ വാക്കുകൾ. അല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഈ ബൂത്തിൽ 2 ഇലക്ഷന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും, ഇത് തൃക്കാക്കര നിയോജകമണ്ഡലമാണ്. 2 ഇലക്ഷൻ കഴിഞ്ഞെങ്കിലും, ഞാൻ മത്സരിക്കുന്ന ഇലക്ഷൻ കഴിഞ്ഞെങ്കിലും ആദ്യമായിട്ട് വോട്ട് ചെയ്യാനുള്ളൊരു അവസരം കിട്ടുന്നത്. അപ്പോൾ വലിയൊരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ UDF നോക്കിക്കാണുന്നത്. അവസാന വിലയിരുത്തൽ ഞങ്ങൾക്ക് ലഭിക്കുന്നതെല്ലാം ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങളാണ് എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിൽ UDFനുള്ളത്. ഒരു തിളക്കമാർന്ന വിജയം ഇവിടെ കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ ഹൈബി ഈഡൻ ആദ്യം തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. നേരത്തെ തന്നെ പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളും ജനപ്രതിനിധികളും വോട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ എത്തി കാത്തു നിൽക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ വോട്ട് ചെയ്യാനായി കാത്തു നിൽക്കുന്നത് കാണുന്നു. ഹൈബി ഈഡന്റെ ഭാര്യ സംസാരിക്കും. അതുകൊണ്ട് ഹൈബിക്ക് ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാൻ പറ്റിയത്. അതിന്റെ സന്തോഷമുണ്ട്. താങ്ക് യു. വോട്ടെടുപ്പ് തുടങ്ങിയപ്പോൾ തന്നെ വോട്ട് രേഖപ്പെടുത്തി ഹൈബി ഈഡൻ. എറണാകുളത്തെ സ്ഥാനാർത്ഥി വലിയ ആത്മവിശ്വാസത്തിലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മന്ത്രി K കൃഷ്ണൻകുട്ടി വോട്ട് രേഖപ്പെടുത്തുന്നു. അദ്ദേഹം ഏതാണ്ട് അരമണിക്കൂർ മുമ്പ് തന്നെ ബൂത്തിലെത്തി കാത്തിരിക്കുകയായിരുന്നു ഭാര്യയ്ക്കൊപ്പം. ഒപ്പം ഇപ്പോൾ ഹൈദരലി ശിഹാബ് തങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയും വോട്ട് രേഖപ്പെടുത്താനായി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യ മണിക്കൂറുകളിൽ തന്നെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ വോട്ട് രേഖപ്പെടുത്തുന്നതാണ് നമ്മൾ കാണുന്നത്. കൊച്ചിയിൽ നിന്ന് N ശ്രീനാഥാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീനാഥ്, കേരളം വിധി എഴുതി തുടങ്ങിയിരിക്കുന്നു. ഇനി 11 മണിക്കൂർ കേരളം വിധി എഴുതുകയാണ് നിർണായക തെരഞ്ഞെടുപ്പിലേക്ക്. ആദ്യം തന്നെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ നിന്നുമുള്ള വിവരങ്ങൾ. മോക്ക് പോളിംഗ് പൂർത്തിയാക്കി ഇപ്പോൾ വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ എറണാകുളത്തെ ആദ്യം വോട്ട് ചെയ്തത് ഹൈബി ഈഡനാണ്. ഹൈബി ഈഡൻ ഏതാണ്ട് 6:45 കൂടി തന്നെ പോളിംഗ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. വോട്ടെടുപ്പ് പൂർത്തിയാക്കി അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങുകയാണ്. എറണാകുളത്ത് ആദ്യം മോക്ക് പോളിംഗ് നടന്ന ചില സ്ഥലങ്ങളിൽ ചില പ്രശ്നങ്ങൾ കണ്ടിരുന്നു. മുനമ്പം കവലയിൽ സെന്റ് ജോസഫ് പാരിഷ് ഹാളിൽ 2 ബട്ടണുകൾ അമർത്തുമ്പോൾ അവിടെ വോട്ട് രേഖപ്പെടുത്തുന്നില്ലായിരുന്നു. അത് പരിഹരിക്കാനുള്ള ശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എളമക്കര ഗവൺമെൻറ് ഹൈസ്കൂൾ, കോതമംഗലം ദേവസ്വം ബോർഡ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ ബാലറ്റ് യൂണിറ്റുകളിൽ തകരാറുകൾ കണ്ടെത്തിയിരുന്നു. ഇവ മാറ്റി സ്ഥാപിക്കാനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. കളമശ്ശേരി 9-ാം നമ്പർ അംഗനവാടി, പറവൂർ സെന്റ് ജോർജ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ വിവിപാറ്റുകൾ തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് അവ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ ഇപ്പോൾ ആളുകൾ എല്ലാവരും എത്തി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഒരു ചെറിയ രീതിയിലുള്ള ക്യൂ കാണാൻ കഴിയുന്നുണ്ട്. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു എറണാകുളത്ത്. അതുകൊണ്ട് രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വോട്ടർമാരെല്ലാം രാവിലെ തന്നെ എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും സ്ഥാനാർത്ഥികൾ മിക്കവരും തന്നെ എറണാകുളത്തെ മിക്ക സ്ഥാനാർത്ഥികളും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. P രാജീവും അൽഫോൺസ് കണ്ണന്താനവും നേരത്തെ തന്നെ വോട്ട് രേഖപ്പെടുത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. വലിയ മഴയോ പ്രശ്നങ്ങളോ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും വോട്ട് രേഖപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇപ്പോൾ ഓരോ സ്ഥാനാർത്ഥികളായി വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വിവിധ ആളുകളും രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. രേണുക, N ശ്രീനാഥാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. വോട്ടെടുപ്പ് തുടങ്ങിയ ആദ്യ നിമിഷങ്ങളിൽ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായി ഫൈറ്റ് ചെയ്യുന്നൊരു നല്ലൊരു സഖാവിനെയാണ് അവിടെ നയിക്കുന്നത്. അതേപോലെ LDFന്റെ നേട്ടങ്ങളും LDF ചെയ്ത വികസന പ്രവർത്തനങ്ങളും ഈ ഇലക്ഷനിൽ പ്രതിഫലിക്കും. ഒട്ടേറെ വിവാദങ്ങൾ ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾക്ക് അതൊന്നുമില്ല. ജനങ്ങളുടെ ജീവിത പ്രശ്നമാണ്. അത് പരിഹരിക്കാൻ ആരാണെന്നുള്ളത് നോക്കലാണ് പ്രധാനമായിട്ട്. അവരുടെ ജീവിത പ്രശ്നം നിത്യജീവിതം പോകണ്ടല്ലേ, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് പരിഹരിക്കുക എന്നുള്ളത് വളരെ വ്യക്തതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും വലിയൊരു മാറ്റം കേരളത്തിലുണ്ടാകും. അതിൽ ആലത്തൂർ ഏറ്റവും കൂടുതൽ ഒരു മാതൃകയായിട്ട് മാറ്റം ഉണ്ടാകും. ചിറ്റൂർ മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷമായിരിക്കും തീർച്ചയായിട്ടും. തങ്ങൾ തിരക്കല്ലേ മജീദ, തങ്ങൾ തള്ളാൻ സമ്മതിക്കാം. നമ്മളിപ്പോ ഒരു മാസമായിട്ട് തള്ളു പഠിച്ചേക്കണം.
നിങ്ങളെ അല്ല ബേജാറാവണ്ട, നിങ്ങൾ തിരക്കൂട്ടണ്ട, ഞങ്ങൾ തിരക്കൂട്ടി പോകൂല. നിങ്ങൾ സമാധാനത്തിൽ ഫിക്സ് ചെയ്ത് പറഞ്ഞോളി, അപ്പോഴേ താങ്കൾ പറയുള്ളൂ. ബേജാറാക്കണ്ട. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ, ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, സാദിഖ് അലി ശിഹാബ് തങ്ങൾ എല്ലാവരും എത്തിയിരിക്കുന്നു. വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് പറയാനുള്ളത് ഏതായാലും നമ്മളെ UDF വളരെ ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്നതാണ് ഞങ്ങളുടെ കണക്ക്. പ്രത്യേകിച്ച് നമ്മുടെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും അതേപോലെ തന്നെ നമ്മുടെ ടീം ഒരു ബഹുഭൂരിപക്ഷത്തോടെ തന്നെ വിജയിക്കും എന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ പറ്റി ഇവിടെ പറയേണ്ട ആവശ്യമില്ല. വളരെയധികം ബഹുഭൂരിപക്ഷത്തോടു കൂടി റെക്കോർഡ് ഭൂരിപക്ഷം അദ്ദേഹത്തിന് ഉണ്ടാകുമെന്നാണ് ഞാൻ പറയുന്നത്. കേരളത്തിലെ ആകെ സാഹചര്യം എല്ലാ മണ്ഡലത്തിലും UDF ഭൂരിപക്ഷത്തോടെ വിജയിക്കും. അതുതന്നെയാണ് താങ്കൾ പറഞ്ഞത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനുള്ളത്. വയനാട് കൺവീനറാണ്. രാഹുൽ ഗാന്ധിയുടെ ഇലക്ഷൻ്റെ ചുമതലയുള്ള ആളാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, കൺവീനറാണ്. തങ്ങൾ പറഞ്ഞത് അതിനെക്കുറിച്ചാണ്. ആദ്യം റെക്കോർഡ് ഭൂരിപക്ഷം വയനാട്ടിൽ ആയിരിക്കും. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷം ഉണ്ടാവും. UDF എല്ലായിടത്തും ജയിക്കും. അതാണ് സ്ഥിതി. UDFന് ഇപ്പോൾ ഫൈറ്റ് 1-2 നിയോജക മണ്ഡലത്തിൽ വലിയ ഫൈറ്റ് ഉണ്ട് എന്നല്ലാതെ വേറെ എവിടെയും ഒരു ഫൈറ്റ് പോലും തോന്നുന്നില്ല. ഒക്കെ വിജയിക്കും എന്നുള്ള വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ് എല്ലാവരും ഉള്ളത്. UDF ആദ്യം പ്രതീക്ഷ അർപ്പിച്ച മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും ഇപ്പോൾ വെല്ലുവിളി നേരിടുന്നുണ്ടോ? കടുത്ത വെല്ലുവിളി ഇല്ല. തീരെ പ്രതീക്ഷ അർപ്പിക്കാത്ത മണ്ഡലങ്ങളിൽ വിജയ സാധ്യതയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അല്ലാതെ ഒരു വിജയപ്രതീക്ഷ ഉണ്ടായിരുന്ന സീറ്റും ഫൈറ്റിലേക്ക് പോയിട്ടില്ല. അതാണ് സത്യം. മലപ്പുറത്ത് നല്ല ഭൂരിപക്ഷം താങ്കൾ പറഞ്ഞല്ലോ. വയനാടിനെ പറ്റി തനി സാദിഖ് അലി തങ്ങളോട് ചോദിച്ചു. എങ്ങനെയാണ് കേരളം മൊത്തം UDFന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം തന്നെ ഉണ്ട്. ഇന്ത്യയിൽ മൊത്തം UPAയുടെ നേതൃത്വത്തിലുള്ള ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു. കേരളത്തിൽ പ്രത്യേകിച്ചും 20 ലോക്സഭാ മണ്ഡലം UDFന് തന്നെ മുൻതൂക്കം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ മലപ്പുറം അതുപോലെ പൊന്നാനി മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണത്തേതിനേക്കാളും ഭൂരിപക്ഷം വളരെ മെച്ചപ്പെടും. രാഹുൽ ഗാന്ധിയുടെ കാര്യം ഇവിടെ പറഞ്ഞു. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനായിരിക്കും ശ്രീ രാഹുൽ ഗാന്ധിയുടെ വിജയമുണ്ടാകുന്നത്. അവിടെയെല്ലാം വളരെ സമാധാനപരമായിട്ട് തന്നെ പോളിംഗ് ഒക്കെ നടന്നു വരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ UPA സർക്കാർ അധികാരത്തിൽ വരും. BJP സർക്കാർ ഹൈദരലി ശിഹാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയുമാണ് സംസാരിച്ചത്. UDFന് അനുകൂലമായ സാഹചര്യം എന്ന് പറയുന്നു. ഇപ്പോൾ കൊല്ലത്ത് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം NK പ്രേമചന്ദ്രൻ മാധ്യമങ്ങളെ കാണും. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ നല്ല ആത്മവിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടിയാണ് ആദ്യത്തെ ഈ പോളിംഗ് സ്റ്റേഷനിൽ വന്ന് വോട്ട് ചെയ്തിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് പ്രതിലോമകരമായിട്ടുള്ള പ്രചാര പ്രവർത്തനങ്ങളും ദുരനുഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിനെല്ലാം അതിജീവിച്ച് നല്ല വിജയം കൈവരിക്കാൻ കഴിയുന്ന നിലയിലുള്ള ഒരു അവസരമുണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുന്നത്. വിവാദങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരുപാട് വിവാദങ്ങൾ, ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടായ ഒരു മണ്ഡലം കൂടിയാണ് കൊല്ലം. അത് ഏതെങ്കിലും തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ അത് ബാധിക്കാനുള്ള സാധ്യത? വിവാദങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് വളരെ നല്ലതാണ്. രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാവുന്നത് തീർച്ചയായും ആരോഗ്യകരമായ ജനാധിപത്യത്തിന് നല്ലതാണ്. പക്ഷേ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നടന്നത് രാഷ്ട്രീയ